നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സിൻ്റെ മോഡൽ എക്സാം ആണ് നാളെ. പബ്ലിക് എക്സാം പിന്നീട് വരുന്നുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള എല്ലാ വീഡിയോസും എല്ലാ സബ്ജക്റ്റിനെയും നമ്മൾ ചെയ്തു തരുന്നതാണ്. അതും ഏറ്റവും അടിപൊളിയായിട്ടും ഏറ്റവും സിമ്പിളായിട്ടും 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. മോഡലിനും പബ്ലിക് എക്സാമിനും അത് യൂസ്ഫുൾ ആണ്. ഇപ്പോൾ മാഷ് പറയാൻ പോകുന്ന ഒരു 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ടേ നിങ്ങൾ പോകാറുള്ളൂ. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. നിങ്ങളെല്ലാം പഠിച്ചുകൊള്ളുക. എന്തായാലും ഒരു പാസ് മാർക്കോ ഡബിൾ പാസ് മാർക്കോ ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. മാക്സിമം ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. കാരണം എല്ലാ കുട്ടികളും പഠിക്കട്ടെ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാനലായിട്ട് ഇത് മാറും. സംശയം വേണ്ട, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസും കിട്ടും. എന്നിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഓരോ ചാപ്റ്ററിൽ നിന്ന് പറയാം. എന്നാലും കുറച്ച് എളുപ്പമായിരിക്കും. ചിലപ്പോൾ 10 നിന്ന് 2 ക്വസ്റ്റ്യൻ കൂടിയാൽ പോലും നിങ്ങൾ പഠിക്കാതെ പോകരുത്. നമ്പർ 1 ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഒരേ ഒരു പ്രിൻസിപ്പിൾ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസും അതിൻ്റെ കൂട്ടത്തിൽ യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ് ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, നമ്പർ 1 ആയത് ചാപ്റ്റർ. നമ്പർ 2 മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് derive Newton's equations of motion. V is equal to U plus AT, S is equal to UT plus half AT square, V square is equal to U square plus 2, V square is equal to U square plus 2AS, S is equal to UT plus half AT square. ഗ്രാഫിക്കലി ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റ ഇതായിട്ട് നോക്കണം. നമ്പർ 2 എഴുതിയെടുക്കാനും ബുദ്ധിമുട്ടുള്ള ഒന്നുകൂടെ കേട്ട് നോക്കിയാലും മതിയായിരിക്കും. നമ്പർ 3 മോഷൻ എ പ്ലെയിൻ. മോഷൻ എ പ്ലെയിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാട്ട് ഈസ് മെൻ ബൈ പ്രൊജക്റ്റൈൽ. എൻ്റെ പടം വരച്ച് പഠിക്കണം. എന്താണ് പ്രൊജക്റ്റൈൽ എന്ന് പഠിക്കണം. എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം റേഞ്ച്. ഇതിൻ്റെ ഡെറിവേഷൻസ് പഠിക്കണം. പ്രോബ്ലംസും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, നമ്പർ 3 ആൻഡ് നമ്പർ 4 എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷൻ ആണ്. ലോസ് ഓഫ് മോഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. അതിൻ്റെ പ്രോബ്ലം പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട്. ലോസ് ഓഫ് മോഷൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ പഠിച്ചുകൊണ്ട് പോകണം. അതൊക്കെ ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. എഴുതി നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. തേർഡ് ലോ മാത്രമേ നമുക്ക് അറിയത്തുള്ളായിരിക്കും. ബാങ്കിങ് ഓഫ് റോഡ്സ് മറക്കരുത്. എൻ്റെ പ്രോബ്ലം V is equal to root of RG tan theta, V is equal to root of Vmax is equal to root of RG tan theta plus mu by 1 minus mu tan theta. 4 and number 5 work energy power. Another potential energy of a stretched spring. W is equal to potential is equal to half kx square എന്ന് പറയുന്ന ഡെറിവേഷൻ. നമ്പർ 6 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. കുറേ ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാമെങ്കിലും ആംഗുലർ മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, അതിൻ്റെ പ്രൂഫ്, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം, ബാലെ ഡാൻസറിൻ്റെ ഒക്കെ അതെല്ലാം ആ ഭാഗത്തു നിന്ന് നോക്കിക്കൊണ്ട് പോവുക. നമ്പർ 7 ഗ്രാവിറ്റേഷൻ. വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്. അത് പഠിക്കുമ്പോൾ എന്തായാലും എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റ് വെലോസിറ്റി അങ്ങ് പഠിച്ചോണം. എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റ് വെലോസിറ്റി അതിൻ്റെ ഡെറിവേഷനോടെ. നമ്പർ 8 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഹുക്സ് ലോ പഠിക്കുക. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫുകൾ പഠിച്ചുകൊണ്ട് പോവുക. നമ്പർ 9 മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്തുനിന്ന് ബെർണോളിസ് തിയറം പ്രൂഫ് ആപ്ലിക്കേഷൻ, പാസ്കൽ സോയും പ്രൂഫ്, ഹൈഡ്രോളിക് ലിഫ്റ്റും പഠിച്ചുകൊണ്ട് പോവുക. ക്യാപിലാരിറ്റിയും ടെർമിനൽ വെലോസിറ്റി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഇത് മെയിനായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. നമ്പർ 10 ഞാൻ ഹീറ്റും തെർമോഡൈനാമിക്സും ഒന്നും വിട്ടിട്ടില്ലല്ലോ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഓക്കെ, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, ഹീറ്റും തെർമോഡൈനാമിക്സും എല്ലാത്തിനോട് നിങ്ങൾ കാർനോട്ട് സൈക്കിൾ അതിൻ്റെ പടം വരച്ച് അതിൻ്റെ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സ് പഠിക്കുക. അതിനോടൊപ്പം വർക്ക് ഡൺ ബൈ അഡയാബാറ്റിക് ഐസോതെർമൽ ചേഞ്ചിൻ്റെ ഡെറിവേഷൻസ് പഠിച്ചുകൊണ്ട് പോകുന്നത് നന്നായിരിക്കും. ഇനി രണ്ട് ക്വസ്റ്റ്യൻ 10 എന്ന് പറഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ കൂട്ടുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഓസിലേഷൻസ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ 2 എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് സിമ്പിൾ പെൻഡുലം, എക്സ്പ്രഷൻ ഫോർ ഡെറിവേഷൻ ഓഫ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ടൈം പീരീഡ് ഓഫ് എ ലോഡഡ് സ്പ്രിങ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിക്കാം. അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിക്കാം. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ചാപ്റ്റർ വേവ്സ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഫിഗറൊക്കെ വെച്ച് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും മിനിമം നോക്കാതെ പോകരുത്. അത് പബ്ലിക് എക്സാം, പ്രധാനമായിട്ടും പബ്ലിക് എക്സാം തരാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് വരും. ഡോണ്ട് മിസ് ഇറ്റ്. പഠിക്കാതെ പോകരുത്. അന്നേരം
നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് മാഷ് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്. മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ബെല്ലൈക്കണൊക്കെ പ്രസ്സാക്കി സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുക. പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നൊരു ചാനലായിരിക്കും. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.